ഭാസ്കര കാർണവർ വധക്കേസ് പ്രതി ഷെറിൻ പരോളിൽ പുറത്തിറങ്ങി. 14 വർഷത്തെ ശിക്ഷാ കാലയളവിനുള്ളിൽ ഷെറിന് ലഭിച്ചത് 500 ദിവസത്തെ പരോൾ. ഭാസ്കര കാർണവർ കേസിലെ പ്രതി ഷെറിൻ പരോളിലിറങ്ങി. 2 ആഴ്ചത്തെ പരോളാണ് അനുവദിച്ചിരിക്കുന്നത്. സ്വാഭാവിക നടപടിയെന്നാണ് വിഷയത്തിൽ ജയിൽ വകുപ്പിന്റെ പ്രതികരണം. ശിക്ഷാ ഇളവ് നൽകി ഷെറിനെ മോചിപ്പിക്കാനുള്ള തീരുമാനം വിവാദമായിരുന്നു. അതിനിടെ സഹതടവുകാരിയെ മർദ്ദിച്ചതിന് കഴിഞ്ഞ മാസം ഷെറിനെതിരെ കേസെടുത്തിരുന്നു. കണ്ണൂരിലെ വനിതാ ജയിലിലാണ് ഷെറിൻ ഇപ്പോഴുള്ളത്. ഫയൽ ഗവർണർ മടക്കുമെന്ന സൂചന വന്നതോടെ സർക്കാർ ഷെറിന് ശിക്ഷാ കാലയളവിൽ ഇളവ് നൽകി വിട്ടയക്കാനുള്ള തീരുമാനം തൽക്കാലം മരവിപ്പിച്ചെന്നായിരുന്നു വാർത്തകൾ. ഇതോടെ ഷെറിന് ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാനുള്ള ശ്രമം നീണ്ടുപോവുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഷെറിന് പരോൾ അനുവദിച്ചിരിക്കുന്നത്. ഏപ്രിൽ 5 മുതൽ 15 ദിവസത്തേക്കാണ് പരോൾ. 3 ദിവസം യാത്രയ്ക്കും അനുവദിച്ചു. ഇവർക്ക് ശിക്ഷയിളവ് നൽകി വിട്ടയക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത് വിവാദമായിരുന്നു. ഒരു മന്ത്രിയുടെ താൽപര്യത്തിലാണ് ശിക്ഷയിളവിന്റെ ഫയൽ നീങ്ങിയതെന്നായിരുന്നു ആരോപണം. ശിക്ഷയിളവിന് പിന്നിലെ ഉന്നത സ്വാധീനം പോലെ തന്നെ സർക്കാരിലെ ഉന്നതതല ഇടപെടലുകളിലൂടെയാണ് പരോളും ലഭിച്ചത് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. 14 വർഷത്തെ ശിക്ഷാ കാലയളവിനുള്ളിൽ 500 ദിവസം ഇവർക്ക് പരോൾ ലഭിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിന്ന കാലത്ത് പരോൾ അനുവദിക്കാൻ നിരോധനമുണ്ടെങ്കിലും ഷെറിന് ആദ്യം 30 ദിവസവും പിന്നീട് ദീർഘിപ്പിച്ച് 30 ദിവസം കൂടി പരോൾ ലഭിച്ചിരുന്നു. ഇത്രയേറെ പരോൾ ഷെറിന് ലഭിച്ചതിന് പിന്നിൽ സ്വാധീനശക്തി തന്നെയാണ്. മറ്റു സാധാരണ തടവുകാർ ഉള്ളിൽ കിടക്കുമ്പോഴാണ് ഷെറിൻ 1.5 വർഷത്തിലേറെ ജയിലിന് പുറത്തു കഴിഞ്ഞത്. ഇതിനിടെയാണ് ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ച് ഷെറിന് ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കാനുള്ള ശ്രമം സർക്കാർ നടത്തിയത്. എന്നാൽ മന്ത്രിസഭാ തീരുമാനം വന്നതിനു പിന്നാലെ കണ്ണൂർ ജയിലിലെ സഹതടവുകാരിയെ കയ്യേറ്റം ചെയ്തതിന് ഷെറിനെതിരെ പോലീസ് കേസെടുത്തത് തിരിച്ചടിയായി. ഷെറിന്റെ മോചന ആവശ്യം അംഗീകരിക്കരുതെന്നാവശ്യപ്പെട്ട് ഗവർണർക്കും പരാതി ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ഗവർണർ നിയമോപദേശം തേടിയിരിക്കുകയാണ്.